ഏതൊരു ഇൻ്റർവ്യൂവിനും അനിവാര്യമായ ഒന്നാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അതായത് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാൽ അവർ ആദ്യമേ ചോദിക്കുന്നത് ഓക്കെ വാക്ക് മീ ത്രൂ യുവർ റെസ്യൂമേ അല്ലെങ്കിൽ ടെൽ മീ മോർ അബൌട്ട് യുവർ സെൽഫ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മിനിറ്റിൽ നമ്മളുടെ സംക്ഷിപ്ത ജീവിതം, അതായത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നമ്മുടെ സ്കൂളിംഗ് കോളേജ് എല്ലാം, നമ്മുടെ എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഷോർട്ട് ആക്കിയിട്ട് ചെറുതായിട്ട് നമ്മളെക്കുറിച്ച് ഒരു ഇൻട്രോ പറയണം. സോ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ശീലിക്കാൻ വേണ്ടി പ്രത്യേക കോഴ്സൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ വീഡിയോ ഞാൻ പല പാർട്സ് ആയിട്ടാണ് ഇടാൻ പോകുന്നത് ആസ് ഡിഫറെൻറ്റ് ഷോർട്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് പ്ലീസ് വാച്ച്. ഓക്കെ, ഷോർട്സ് ആയിട്ട് ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ബിക്കോസ് നിങ്ങൾക്ക് ടൈമില്ല, ഇസൻറ്റ് ഇറ്റ്? സോ ഇതെങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ പറയുന്നതെന്നും എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, പേര്. ഓക്കെ, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സേ ഐ ആം. മൈ നെയിം ഇസ് എന്നെല്ലാവരും പറയുന്നതാണ്. പിന്നെ ചിലർ മൈ സെൽഫ് അരുൺ എന്നൊക്കെ പറയും. ഈ മൈ സെൽഫ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത ചില ആൾക്കാർ, ഹൈ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർ, റിട്ടയർഡ് ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. സോ ഒരു ഫ്രഷറായിട്ട് പോകുമ്പോൾ മൈ സെൽഫ് എന്ന് പറയേണ്ട. ഇറ്റ്സ് ഓൾവേസ് സിമ്പിൾ ടു സേ ഐ. നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ പേരും ഒരുമിച്ച് പറയുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ, ഹലോ, ഐ എം അരുൺ ഫ്രം തൃശ്ശൂർ. ഫിനിഷ്ഡ്, ദാറ്റ്സ് ഓൾ. രണ്ടാമത്തത്, നിങ്ങളുടെ പ്രസൻറ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയണം. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഗ്രാജുവേറ്റ് ആണ് എന്നുള്ളത് എടുത്ത് കാണിക്കണം. ഓക്കെ, ബിക്കോസ് ബീങ് എ ഗ്രാജുവേറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. അപ്പോൾ യു ക്യാൻ സേ ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം ABC കോളേജ് പാല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജും അതിൻ്റെ പേരും അതായിരിക്കണം സെക്കൻഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി, അല്ലെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ +2 ഏത് വിഷയത്തിലാണ്, ഇൻ കോമേഴ്സ്, ഫ്രം സോ ആൻഡ് സോ പ്ലേസ് ഓർ സ്കൂൾ ഓർ കോളേജ്, സ്ഥലം. ഓക്കെ, കറൻ്റ്ലി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെറിയ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ സേ കറൻ്റ്ലി, അതായത് ഇപ്പോൾ നിലവിൽ കറൻ്റ്ലി ഐ ആം പെർസ്യൂയിങ് എ ഡിപ്ലോമ ഓർ PG ഡിപ്ലോമ ഇൻ സേ ലോജിസ്റ്റിക്സ് ഫ്രം XYZ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. ഓക്കെ, അതായത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ, നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും ഒരു പോസ് ഇട്ടിട്ട് സ്ഥലവും പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയായല്ലോ. ഇനി നമ്മളുടെ ഫാമിലിനെ കുറിച്ച് ഒരുപാട് അങ്ങ് വിശദീകരണങ്ങൾ ചെല്ലണ്ട. ബിക്കോസ് റിമെമ്പർ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇസ് ഓൾ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളാണ് ഹീറോ ഓർ ഹീറോയിൻ. അപ്പോൾ അതിൽ വേറെ അൺവാണ്ടഡ് ഐറ്റംസ് കൊണ്ടുവരണ്ട. അപ്പോൾ ഫാമിലി പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. യു ക്യാൻ സേ മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ, മൈ മദർ ഇസ് എ ഹോം മേക്കർ ആൻഡ് ഐ ഹാവ് 3 brothers or 2 sisters. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. മൂത്തതാണോ ഇളയതാണോ എന്നൊക്കെ പിന്നീട്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി അച്ഛൻ്റെ പ്രൊഫഷനിലോട്ട് കടന്നു, അമ്മയുടെ പ്രൊഫഷനിലോട്ട് കടന്നു, ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഇവിടെ അമ്മേനെ ഞാൻ ഹോം മേക്കർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഹൗസ് വൈഫ് ഇസ് എൻ ഔട്ട്ഡേറ്റഡ് ടേം. ഹോം മേക്കറാണ് പറയേണ്ടത്. വീട്ടമ്മേനെ ഹോം മേക്കർ എന്നാണ് പറയേണ്ടത്. പിന്നെ മൂത്ത ചേച്ചിയാണെങ്കിൽ എൽഡർ സിസ്റ്റർ, ഇളയതാണെങ്കിൽ യങ്ങർ. അങ്ങനെ പറഞ്ഞ് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. യു ക്യാൻ ജസ്റ്റ് സേ മൈ ഫാദർ ഇസ് ദിസ്, മൈ മദർ ഇസ് ദിസ് ആൻഡ് ഐ ഹാവ് 2 brothers. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അച്ഛൻ്റെ ജോലി എന്താണെന്നാണ്, അച്ഛൻ്റെ പേരെന്താണെന്നല്ല. നിങ്ങൾ അവരുടെ പേരൊന്നും പറഞ്ഞ് ഡിസ്ട്രാക്ട് ആവേണ്ട കാര്യമില്ല. സോ ഈ ഒരു പോർഷനിൽ ഇത്രയും. കണ്ടിന്യൂഡ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട്.